നമ്മുടെ അന്നമ്മ ചേട്ടത്തിയുടെ ചാനലിൽ ഇന്നലെ ഒരു ഉണക്ക കപ്പ ബിരിയാണിയുടെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ മുതൽ നമുക്കൊരാഗ്രഹം അങ്ങനൊരു സംഭവം ഒന്ന് ചെയ്ത് നോക്കണമെന്നുള്ളത്. എന്തായാലും ഉണക്ക കപ്പ കുറച്ച് ഇരിപ്പുണ്ട്. കഴിഞ്ഞ വേനൽക്കാലത്ത് നമ്മൾ പറിച്ച കപ്പ അത്യാവശ്യം കൊത്തിയെരിഞ്ഞ് വാട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് വെയിലത്തിട്ട് ഉണക്കുകയും ചെയ്യാം. എന്നാകുമ്പോൾ നല്ല വെയിലുണ്ട്, മഴയൊന്ന് മാറി നിൽക്കുക. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ആ ഒരു കപ്പ ബിരിയാണി കൂടി ചെയ്ത് നോക്കാം. കപ്പ ബിരിയാണി എന്ന് പറയുമ്പം പ്രത്യേകത ഇതാണ്, ഉണക്ക കപ്പ ബിരിയാണി. ഉണക്കക്കപ്പ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ രാവിലെ വേവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് അത് കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. ഇനിയിപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാലും മതി. വൈകുന്നേരം ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടും. നന്നായിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഇതുണ്ടോ, ചുമ്മാ ഇങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റും. കുഞ്ഞാട് കുടിക്കും. അപ്പം നമ്മുടെ കപ്പ നന്നായിട്ട് കഴുകി വരിയെടുത്തിട്ടുണ്ട്. നമ്മളിപ്പം എല്ലോട് കൂടിയിട്ടുള്ള പോത്തിറച്ചിയാണ് വാങ്ങിയിരിക്കുന്നത്. നമ്മളിപ്പം കപ്പ വേവിക്കുന്നതിനായിട്ട് വെച്ചിട്ടുണ്ട്. മൂടി വെക്കാം. നമ്മുടെ ഉണക്കക്കപ്പ വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇറച്ചി വേവിച്ചെടുക്കാം. നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന എല്ലോട് കൂടിയിട്ടുള്ള ഇറച്ചി നമുക്ക് ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പോത്തിറച്ചി വേവിക്കുമ്പോൾ വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കീറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ ഉണക്കപ്പ പകുതി വേവ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ അത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റണം. നമ്മളപ്പം പകുതി വേവായ കപ്പ കോരി മാറ്റുന്നുണ്ട്. കപ്പയും അത് കഴിഞ്ഞ് ബീഫും വെന്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 വിസിൽ വരെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ എല്ലോട് കൂടിയിട്ടുള്ള പോത്തിറച്ചിയും നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അന്നമ്മ ചേട്ടത്തിയുടെ ആ സ്പെഷ്യൽ ആയിട്ടുള്ള വാത്തു കപ്പ ബിരിയാണിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുറി തേങ്ങയാണ് നമ്മൾ ഇപ്പോൾ വറുത്തുകൊണ്ടിരിക്കുന്നത്. തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം വേണം നമുക്ക് കപ്പ ബിരിയാണി തയ്യാറാക്കാൻ. മതിയോ അപ്പം? കുറച്ചുകൂടി മൂത്താൽ മതി. അപ്പം വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് കൂട്ടി നമുക്കിനി കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. നമുക്കിനി 5-6 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവുകൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 4-5 സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ.
ഇനിയിപ്പം സവാള നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് തുടങ്ങുന്നു. അപ്പോഴേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇറച്ചിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതാകുമ്പം ആവശ്യത്തിന് കളർ കിട്ടുകയും ചെയ്യും, എരിവ് അത്രയും വരികയില്ല. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ആ വെള്ളത്തോടു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതില്ല അപ്പം ഇനിയിപ്പോൾ നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി മാറ്റി നോക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇറച്ചിയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നുകൂടി ഒന്ന് ഇളക്കി നോക്കാം. ഓക്കെ അല്ലേ അപ്പം? ഓക്കെ. നമുക്കിനി ഇതിന് മുകളിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചാറൊന്ന് കുറുകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തിളപ്പിച്ച കുറച്ച് വെള്ളം കൂടി അതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കപ്പ ഇട്ട് കഴിയുമ്പം കപ്പയും കൂടി അതിലൊന്ന് സെറ്റാകണം. അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിനി കപ്പ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം നമുക്കിതിൻ്റെ മേളിൽ ഇതൊന്ന് നിരത്തി സെറ്റ് ചെയ്യാം. ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല കൂടി തൂക്കി കൊടുക്കാം. അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഒരു 5 മിനിറ്റ് കൂടി മൂടി വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിനി വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടല്ലേ അപ്പം? ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാം. അല്പം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വാട്ടുകപ്പ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കുത്തി ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. പച്ചക്കപ്പ പോലെ അത്രയും പൊടിഞ്ഞു വരത്തില്ല.
നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി വരുന്നുണ്ട്. നന്നായിട്ട് കുഴഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അന്നമ്മ ചേട്ടത്തി സ്പെഷ്യൽ വാട്ട് കപ്പ ബിരിയാണിയാണ് നമ്മളിന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാട്ട് കപ്പ ബിരിയാണി ഇതാ കഴിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ അന്നമ്മ ചേട്ടത്തി സ്പെഷ്യൽ വാട്ട് കപ്പ ബിരിയാണി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ കഴിച്ചു നോക്കാം. ആദ്യം പപ്പാനെ കഴിക്കട്ടെ. സൂപ്പർ. ഒന്നും പറയാനില്ല, അടിപൊളി. അന്നമ്മ ചേട്ടത്തിൻ്റെ ആ ഒരു റെസിപ്പി നല്ല രസമുണ്ട്, കഴിച്ചിട്ട് നല്ല രുചിയുണ്ട്. അടിപൊളി റെസിപ്പിയാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. ബൈ.